ഉടനെ തന്തവില്ലൻ ഇനി അതിന് കളിയാക്കാൻ നീ ഉണ്ടാവില്ല, ഈ സിറ്റി ഇനി എന്റെ മാത്രമാണെന്നും പറഞ്ഞ് അവന്റെ പള്ളയിലേക്ക് ഷൂട്ട് ചെയ്യും. ഈ വെടികൊണ്ട ഫ്രീക്കൻ ക്ലിഫിന് മണ്ടേന്ന് താഴത്തേക്ക് വീഴാണ്. അപ്പൊ വില്ലൻ ഞാനാടാ ഈ സിറ്റിയുടെ രാജാവെന്നും പറഞ്ഞ് അവിടുന്ന് ഇറങ്ങിപ്പോയി. ഇത് കഴിഞ്ഞാണ് ഹീറോക്കൾ അങ്ങോട്ട് വരുന്നത്. അവർ നോക്കുമ്പോൾ ചിപ്പ് അവിടെ ഇരിപ്പുണ്ട്, കുറച്ച് രക്തത്തുള്ളികളും ഉണ്ട്. ആരോ ക്ലിഫിന്റെ മണ്ടേന്ന് താഴത്തേക്ക് വീണു എന്ന് അവർക്ക് മനസ്സിലായി. എത്തി നോക്കുമ്പോൾ ഈ ഫ്രീക്കൻ ഒരു മരക്കൊമ്പി കുടുങ്ങി കിടപ്പുണ്ടാവും. ഇവർ കമ്പിയും വടമൊക്കെ കൊണ്ടുവന്ന് പട്ടി ഡോക്ടർ കയറി തൂങ്ങി ഫ്രീക്കിനെ രക്ഷപ്പെടുത്താൻ നോക്കുക. പുള്ളിക്കാരൻ ഒരുപാട് മൃഗങ്ങളെ ഇങ്ങനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ എക്സ്പീരിയൻസ് ഈ ഫ്രീക്കിനെ കയറി കുടുക്കി മുകളിലേക്ക് വലിക്കാൻ പറയും. അതിനു മുന്നേ പോലീസ് ഹീറോ അവന് ഉயிருണ്ടോന്ന് ചെക്ക് ചെയ്യാൻ പറയുക. ഈ ഡോക്ടർ വില്ലന്റെ കഴുത്തി ഒരു ഇലക്ട്രിക് പിടിപ്പിച്ചിട്ടില്ലേ, അതിന്റെ സ്വിച്ച് അമർത്തി നോക്കുമ്പോൾ അവന് ഉயிருണ്ട്. അവൻ കിടന്ന് പെടയുന്നുണ്ട്. അപ്പോൾ ഉയിരുണ്ട് മുകളിലേക്ക് വലിച്ചോ എന്ന് പറഞ്ഞ് ഒന്നാം ഹീറോയോട് മുകളിലേക്ക് വലിക്കാൻ പറയുക. അയാൾ ആഞ്ഞു വലിക്കുകയാണ്. ഇപ്പൊ ഏതോ ഒരു പാറയിൽ ചെന്ന് മണ്ട ടിങ് അടിക്കുന്നുണ്ട്. എന്താ പറ്റിയെന്ന് മോളിയുള്ളവന് മനസ്സിലാവില്ല. താഴെയുള്ളവൻ പറയും എന്നാലും കുഴപ്പമില്ല, വീണ്ടും വലിച്ചോന്ന്. അവൻ വീണ്ടും ആഞ്ഞു വലിക്കുകയാണ്. വീണ്ടും മണ്ടയിടിക്കും. ബോധം കടലെ മരിച്ചു പോകും എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് ഹീറോ അവനോട് കണ്ണ് തുറന്നിരിക്കാൻ പറയുക. ഫ്രീക്കനോട് അവൻ കണ്ണ് തുറന്നിങ്ങനെ പിടിച്ചിരിക്കും. മോളിൽ നിന്ന് പോലീസ് ഹീറോ വീണ്ടും ഒരു വലി, വീണ്ടും പോയി മണ്ടയിടിച്ച് അവന്റെ ബോധം അവിടെ വെച്ച് തന്നെ പോയി. എന്തായാലും ബോഡി കിട്ടിയല്ലോ, നമുക്കത് കൊണ്ടുപോകാമെന്നും പറഞ്ഞിട്ട് ഇവർ ആ ബോഡിയും വലിച്ചെടുത്തോണ്ട് പോവാ. ഇപ്പൊ തന്തവില്ലനും കൂട്ടുകാരും തിരിച്ചു പോകുന്ന വഴിക്ക് കൂടുതൽ അടിക്കാർ ചോദിക്കും, സാറേ നിങ്ങൾ ആ ചിപ്പുമായിട്ടാണോ വന്നേന്ന്. അപ്പൊ തന്തവില്ലൻ ചിരിച്ചോണ്ട് പറയുക, ആ ചിപ്പിന്റെ ആവശ്യം നമുക്കെന്താടാ, നമുക്ക് ഡ്രഗ്സ് ഉണ്ടാക്കാൻ അറിയാലോ. ഒരു കമ്പ്യൂട്ടർ CPU വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാ, കമ്പ്യൂട്ടർ പണിയാൻ പോവാണോ, അതിനെയൊക്കെ പോയി പണി നോക്കാൻ പറയുന്നു. ഉടനെ ഇവന്മാര് നിങ്ങൾ മണ്ടനാണോ, ആ ചിപ്പിനാണ് $100 ബില്യൺ വിലയുണ്ടെന്ന് പറഞ്ഞത്, അതാണോ നിങ്ങൾ കളഞ്ഞിട്ട് വന്നതെന്ന് ചോദിക്കുക. ഇയാളപ്പം ഞെട്ടിപ്പോവും. ഈ സമയത്ത് ഹീറോയും ആ ഫ്രീക്കനെ പിടിച്ചോണ്ട് വന്ന് അവരെ വാനിനകത്ത് കിടത്തിയിട്ടുണ്ട്. ഫ്രീക്കന്റെ വയറ്റിലൊരു ബുള്ളറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അധികം വൈകാതെ അവൻ മരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതെങ്ങനെങ്കിലും ആദ്യം പുറത്തേക്ക് എടുക്കണം. എന്നാ പിന്നെ ഇയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാമെന്ന് പട്ടി ഹീറോ പറയും. അതിന് പോലീസ് ഹീറോ ഇവൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയാൽ നമ്മുടെ പ്ലാൻ എല്ലാം നശിക്കും, പോലീസുകാർ വിവരം അറിയും. അതുകൊണ്ട് ഇപ്രാവശ്യം നീ തന്നെ ഇവൻ ഓപ്പറേഷൻ ചെയ്യും. എന്തായാലും താനൊരു ഡോക്ടറല്ലേ. അതിന് അയാൾ പറയാണ്, ഞാനൊരു മൃഗ ഡോക്ടറാണ്, എനിക്ക് മനുഷ്യന്മാരെ ചികിത്സിക്കാൻ അറിയില്ല. അപ്പൊ പോലീസ് ഹീറോ ഇവനെ മനുഷ്യനായിട്ട് കരുതണ്ട, നേരത്തെ നീയല്ലേ പറഞ്ഞു ഇവനൊരു പട്ടിയാണെന്ന്, പട്ടിയായിട്ട് കരുതിയാൽ മതി, അങ്ങനെയെങ്കിലും ഓപ്പറേഷൻ ചെയ്യും. അത് കേൾക്കുമ്പോൾ പട്ടി ഹീറോ ശരിയാ, ഇവൻ മനുഷ്യനല്ല, ഇവൻ നല്ലൊരു മുഴുത്ത പട്ടിയാണ്, ഡോബർമാൻ, ഇവനെ ഞാൻ തന്നെ ഓപ്പറേഷൻ ചെയ്യാമെന്നും പറഞ്ഞിട്ട് കത്തിയും കടാരയൊക്കെ എടുക്കാൻ പറഞ്ഞ് അവന്റെ വയർ കുത്തിപ്പൊളിച്ച് അകത്തുള്ള ബുള്ളറ്റ് പുറത്തേക്ക് എടുക്കും. ഈ സമയത്ത് അയാൾ ശ്വാസം കിട്ടാതെ പെടയുന്നുണ്ട്. ഉടനെ പോലീസ് ഹീറോയോട് അവനോട് വാ ചേർത്ത് വെച്ച് അകത്തേക്ക് ഓക്സിജൻ കൊടുക്കാൻ പറയും. ഇത് കേട്ട പോലീസ് ഹീറോ എനിക്ക് പറ്റില്ല, നീ തന്നെ കൊടുക്കുമെന്ന് പറയുക. അപ്പൊ പട്ടി ഡോക്ടർ ഞാനിവിടെ ഓപ്പറേഷൻ ചെയ്യല്ലേ, എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല, നീയാണെങ്കിൽ ഡിവോഴ്സായി ഇപ്പൊ സിംഗിളാണ്, ആർക്കും ഉമ്മ കൊടുക്കാൻ പറ്റാതെ ഉണങ്ങി വരണ്ടിരിക്കുകയല്ലേ, ഇവനെങ്കിലും കൊടുക്കുമെന്ന് പറയുക. സോ വേറെ വഴിയില്ലാതെ നമ്മുടെ പോലീസ് ഹീറോ തന്നെ അവന്റെ വായിലേക്ക് ആഞ്ഞൂതി ഓക്സിജൻ കൊടുക്കും. എന്നിട്ടും അനക്കമില്ലാത്തതുകൊണ്ട് ഈ കഴുത്തി അടിപ്പിക്കുന്ന ഷോക്കില്ലേ, അത് നെഞ്ചി വെച്ച് കൊടുത്തിട്ട് സ്വിച്ച് അമർത്തുക. അങ്ങനെ നെഞ്ചത്ത് കറണ്ട് അടിച്ച് അവന് ജീവൻ വെച്ചു. ഇനി അവന്റെ ബ്ലഡ് കുറവായതുകൊണ്ട് കുറച്ച് ബ്ലഡും കൂടെ കൊടുക്കണം. നിന്റെ ബ്ലഡ് ഗ്രൂപ്പ് എന്താണെന്ന് ചോദിക്കുമ്പം അവൻ ബോ എന്ന് പറയുന്നുണ്ട്. ഹീറോയ്ക്കൊന്നും മനസ്സിലാവില്ല, അവൻ AB ആണെന്ന് വിചാരിക്കും. അപ്പൊ ഈ ഫ്രീക്കൻ തന്നെ ഹീറോയുടെ കുത്തിന് കയറി പിടിച്ച് പറഞ്ഞാൽ മനസ്സിലാവില്ല, മണ്ട B ആടാ B, എന്നെ വേറെ ഏതെങ്കിലും കുത്തിവെച്ച് കൊല്ലല്ലേ, B ആണെന്ന് പറയുക. ഉടനെ പട്ടി ഹീറോ ചോദിക്കുകയാണ് ഹീറോയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന്. അവന് കൊടുക്കാൻ മനസ്സുണ്ടാവില്ല. അപ്പൊ അവൻ തിരിച്ചു ചോദിക്കും നിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന്. പട്ടി ഹീറോ പറയും ടൈപ്പ് A ആണെന്ന്. സോ വേറെ വഴിയില്ല, ഹീറോയുടെ ബ്ലഡ് ഗ്രൂപ്പ് തന്നെയാണ് B, അവന് തന്നെയാണ് കൊടുക്കേണ്ടി വരിക. ഇങ്ങനെ ഇവിടെ പല പുകിലുകളും നടക്കുന്ന സമയത്ത് നമ്മുടെ തന്തവില്ലനും കൂട്ടാളികളും ഫ്രീക്കൻ ചിപ്പിട്ട ആ ക്ലിഫിലേക്ക് തന്നെ വരിക. അപ്പൊ അവിടെ ഫ്രീക്കനെ കാണുന്നില്ല, ചിപ്പും കാണുന്നില്ല, ഒരു വടം മാത്രം കിടപ്പുണ്ട്. സോ പോലീസുകാർ അവനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയി എന്നുള്ളത് ഇവർക്ക് മനസ്സിലായി. ഇത് കഴിയുമ്പോൾ പോലീസ് സ്റ്റേഷനിലെ ചീഫ് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് പുള്ളിക്കാരൻ കണക്കൂട്ടിയതുപോലെ ഒന്നുമല്ല സംഭവങ്ങൾ. അവർക്ക് പുതിയ 1-2 ഫൂട്ടേജുകളും കൂടെ കിട്ടിയിട്ടുണ്ട്. അത് കണ്ടിട്ട് അവർ വിചാരിക്കുക ഹീറോ പോലീസുകാരെയും പറ്റിച്ച് ഈ വില്ലന്റെ കയ്യിൽ നിന്ന് കിമ്പളം പറ്റി അവനെ രക്ഷപ്പെടുത്താൻ നോക്കുകയാണെന്നാണ്. ഈ നേരത്ത് ഓപ്പറേഷൻ കഴിഞ്ഞ പേഷ്യന്റിനെയും കിടത്തി നമ്മുടെ ഹീറോക്കൾ 2 പേരും റെസ്റ്റ് ചെയ്യായിരിക്കും. അപ്പൊ പോലീസ് ഹീറോ പട്ടി ഹീറോയോട് ചോദിക്കുകയാണ്, നീ എപ്പോഴാണ് എന്റെ ഭാര്യയെ കണ്ടത്, എങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായത്? അപ്പൊ അയാൾ പറയും, ഞാൻ ഈ ടൗണിൽ പുതുതായി ഒരു ക്ലിനിക്ക് തുടങ്ങിയപ്പോൾ എന്റെ ആദ്യത്തെ കസ്റ്റമർ ആയിരുന്നു നിങ്ങളുടെ ഭാര്യ സീനെ, അവരവരെ പട്ടീനെ ചികിത്സിക്കാൻ വേണ്ടി കൊണ്ടുവന്ന. ഇത് കേട്ട് പോലീസ് ഹീറോ പറയും, ഞങ്ങളെ കയ്യിൽ അതിന് പട്ടിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ആ പട്ടി ഡോക്ടർ അത് അവളുടെ സ്വന്തം പട്ടിയായിരുന്നില്ല, റോഡിൽ കിടന്ന് പരിക്ക് പറ്റിയൊരു പട്ടിയായിരുന്നു, അതിനെയാണ് അവൾ ചികിത്സിക്കാൻ കൊണ്ടുവന്നത്. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ അവളിലേക്ക് പ്രണയപരിതനായി വീണുപോയി, പിന്നെ എന്റെ മനസ്സ് നിറച്ച് അവൾ മാത്രമായിരുന്നു. ഇത് കേട്ട് പോലീസ് ഹീറോ പറയാണ്, വെറുതെ അല്ല, അവസാന കാലത്ത് അവൾ പട്ടിയെ പോലെ എൻ്റെ അടുത്ത് കുറച്ചുകൊണ്ടിരുന്നു, എന്തായാലും അവളെ പരിപാലിക്കാൻ പറ്റിയ ഒരു ഡോക്ടറെ തന്നെ കിട്ടിയതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഫ്രീക്കൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും. എന്നിട്ട് അവൻ പറയാണ്, എനിക്കിപ്പോഴാണ് മനസ്സിലായത്, നിങ്ങളിൽ ഒരാൾ പഴയ കെട്ടിയവനും ഒരുത്തൻ പുതിയ കെട്ടിയവനുമാണ്, 2 പേരും കൂടെ ചേർന്ന് ഭാര്യയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കും. വളരെ സന്തോഷം. അത് കേട്ട് പോലീസ് ഹീറോ, ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കട്ടെ,
ഇത്രയും നാറിയായ നിനക്കെങ്ങനെയാണ് വലിയ പഠിപ്പുള്ള സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ കിട്ടിയത്? ആ പെണ്ണിനെങ്ങനെ നിന്നെ കല്യാണം കഴിക്കാൻ തോന്നി? അത് കണ്ടിട്ട് എനിക്ക് അതിശയമാവണം. അപ്പോൾ ഫ്രീക്ക് വില്ലൻ അവരുടെ ലവ് സ്റ്റോറിയെ പറ്റി പറയാണ്. ഫ്രീക്കന്റെ ഭാര്യ ഏതോ വലിയൊരു ടെക് കമ്പനിയിലെ CEO ആയിരുന്നു. ഒരു ദിവസം ഇവൻ ആ കമ്പനിയിലേക്ക് ഇടിച്ചു തള്ളി കയറിപ്പോയിരുന്നു. എല്ലാവരുമായിട്ടും പൊരിഞ്ഞ അടിയും വഴക്കും. അവന്റെ ഈ വഴക്കും അടിയും റൗഡീസും കണ്ടപ്പോൾ തന്നെ അവൾ അങ്ങോട്ട് ഇംപ്രസ്സായി. പ്രണയസാഗരം ഒഴുകി തുടങ്ങി. നീ എന്തിനാ അടിയുണ്ടാക്കണമെന്നും പറഞ്ഞ് അവനെ പിടിച്ചിരുത്തി ഇവള് ചോദ്യം ചെയ്യാം. അപ്പൊ അവൻ ഏതോ ഒരു ബിസിനസ് ഐഡിയ ആയിട്ട് വന്നിരിക്കുകയാണ്. കൊക്കോ പഴത്തുനിന്ന് വിറ്റാമിൻ ഉണ്ടാക്കി ഈ കമ്പനി മുഖാന്തരം അത് വിറ്റുകൊടുക്കുകയാണെങ്കിൽ അവന്റെ കൃഷിയിലും കുറച്ച് ലാഭം ഉണ്ടാവും, ഈ കമ്പനിക്കും ലാഭം ഉണ്ടാവും. അപ്പൊ ഫ്രീക്കന്റെ ഭാര്യ ചോദിച്ചു, കൊക്കോ പഴത്തിന്ന് നീ എത്രത്തോളം പൈസ ഉണ്ടാക്കുമെന്ന്. അവനൊരു ചെറിയ എമൗണ്ട് പറഞ്ഞു. അപ്പൊ ഫ്രീക്കന്റെ ഭാര്യ, ഈ ചെറിയ പണത്തിനായി നിന്നോടൊപ്പം ചേർന്ന് എനിക്ക് ബിസിനസ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട് കൊക്കോ പഴത്തിന്ന് ഡ്രഗ്സ് ഉണ്ടാക്കിക്കൂടാ? എന്നിട്ട് ആ ഡ്രഗ്സ് കച്ചവടം ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാര്യമായ ലാഭം ഉണ്ടാക്കാൻ പറ്റും. നീ അതിന് തയ്യാറാണോ എന്ന് ചോദിക്കുകയാണ്. ആ ചോദ്യം ഈ ഫ്രീക്കിന് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഉറപ്പായിട്ടും കണ്ടുമുട്ടണം. ഞാൻ അടുത്ത തവണ വരുമ്പോൾ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കാമെന്നും പറഞ്ഞ് ഇവൻ അവിടെ നിന്ന് ചാടി ഇറങ്ങി ഓടിപ്പോവാ. ഇവനെ പിടിക്കാൻ വേണ്ടി കുറെ സെക്യൂരിറ്റികൾ വരുന്നുണ്ട്. അവരെയൊക്കെ തല്ലിയിട്ട് ഇവക്കൊരു ഫ്ലൈയിങ് കിസും കൊടുത്ത് അവൻ നേരെ ജയിലിലേക്ക് പോയി. ജയിലിൽ നിന്ന് റിലീസായി വന്ന ദിവസം ഇവനെ പിക്ക് ചെയ്യാൻ വേണ്ടി അവൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. നീ ഇന്നു മുതൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് ഉപേക്ഷിക്കുകയും പോലീസിൽ പിടിക്കപ്പെടാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിന്നെ ഞാൻ പണക്കാരനാക്കി മാറ്റാം, നമുക്ക് ഒരുമിച്ച് ജീവിക്കാമെന്നും പറഞ്ഞ് അവനോട് സത്യവും വാങ്ങിച്ചിട്ട് അന്ന് മുതൽ തുടങ്ങിയതാണ് ഇവർ ഈ കള്ള ബിസിനസ്. അല്ലെങ്കിൽ ഇപ്പൊ പിടിക്കപ്പെടുന്ന കുറെ പെണ്ണുങ്ങളെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് പുതിയ കാലത്തെ പ്രണയമൊക്കെ ഈ രീതിയിലാണെന്നുള്ളത്. ഇനി പ്രസന്റിലേക്ക് വന്നാൽ നമ്മുടെ ഫ്രീക്കന്റെ ഭാര്യയില്ലേ, അവര് കുഞ്ഞിന് പുതപ്പൊക്കെ പോച്ചു കൊടുക്കുന്നുണ്ട്. സോ പെണ്ണ് അത്ര വലിയ ക്രൂരയല്ല എന്ന് മനസ്സിലാക്കാം. അവര് ഹീറോയിനോട് അവൾ ആദ്യ പ്രണയകതയെ പറ്റി ചോദിക്കുക. പോലീസ് ഹീറോ ആയിട്ടുള്ള പ്രണയകഥ. അതില് പുള്ളിക്കാരൻ റെസ്ലർ ആയിരുന്ന സമയത്ത് ഈ പെണ്ണ് അവിടെ ജുഡോക്കോ പഠിക്കാൻ വേണ്ടി പോയിരുന്നു. അങ്ങനെയാണ് അവർ തമ്മിൽ ലൈൻ ആയത്. പിന്നെ കല്യാണം കഴിച്ച് ഡിവോഴ്സായി പട്ടി ഡോക്ടറുമായിട്ട് കല്യാണം കഴിഞ്ഞു. ഇനി പട്ടി ഡോക്ടർ സ്പെഷ്യൽ ഫോഴ്സിലുണ്ടായിരുന്നു, പുള്ളിക്കാരൻ വലിയ അസാസിനാണെന്നൊക്കെ പറഞ്ഞല്ലോ, അത് സത്യമാണോ എന്ന് ചോദിക്കുക. ഹീറോയിൻ പറയും, അത് ഞാൻ നിന്നെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. പുള്ളി ഒരു പേടിത്തൊണ്ടനാ, പക്ഷെ ഒരുപാട് സ്നേഹമുള്ള ലവബിൾ ആയിട്ടുള്ള ഹസ്ബൻഡ്. നിങ്ങളെ ഭർത്താവ് എങ്ങനെയാ? ആൾക്ക് നല്ല സ്നേഹമാണെന്ന് ചോദിക്കുകയാണ്. എന്റെ കെട്ടിയവൻ ഒരുപാട് വിശ്വസ്തനാണെന്ന് ഫ്രീക്കന്റെ ഭാര്യ പറയും. പെട്ടെന്നാണ് ആരോ ഇവര് താമസിക്കുന്ന ഒളി സങ്കേതത്തിലേക്ക് വരുന്നത്. ഫ്രീക്കന്റെ ഭാര്യ വിചാരിക്കും ഹീറോയിന്റെ കെട്ടിയവന്മാരാണ് വന്നിരിക്കണത്. പക്ഷേ യഥാർത്ഥത്തിൽ ആ കെട്ടിയവന്മാര് വന്ന് നോക്കണ സമയത്ത് ഈ ഫ്രീക്കന്റെ ആൾക്കാരെ എല്ലാം അടിച്ചിട്ട് ആരോ ഭാര്യമാരെ എല്ലാം പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നു. നീ ആളെ പറ്റിക്കാൻ നോക്കുകയാണോടൊന്നും ചോദിച്ചിട്ട് രണ്ടാം കെട്ടിയവൻ ഫ്രീക്കന്റെ കോളറിൽ കയറി പിടിക്കുന്നുണ്ട്. അപ്പോഴായിരിക്കും ആ വീട്ടിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു പാവയെന്ന് ഏതോ ഫോൺ റിങ് ചെയ്യുന്നു. ഇവർ ആ ഫോൺ എടുത്ത് അറ്റൻഡ് ചെയ്യുക. മറ്റേ തന്ത റൗഡിയില്ലേ, അയാളുടെ ശബ്ദമായിരിക്കും കേൾക്കുന്നത്. മിസ്റ്റർ പോലീസുകാരാ, നിന്റെ ഭാര്യയും ആ ഫ്രീക്കന്റെ ഭാര്യയും ഇപ്പം ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്, കൂടെ കുഞ്ഞും. നീ ആ ചിപ്പുമായിട്ട് വരികയാണെങ്കിൽ നിനക്ക് നിന്റെ ഭാര്യമാരെ കൂട്ടിക്കൊണ്ടു പോകാം. വേറെ സ്ത്രീയിലേക്ക് എത്തുക എത്രയും പെട്ടെന്ന്, അല്ലെങ്കിൽ അവരുടെ ശവമായിരിക്കും നീ കാണാൻ പോണെന്നും പറഞ്ഞ് അയാൾ ഫോൺ കട്ട് ചെയ്യുന്നു. ഈ സമയത്ത് പോലീസുകാർ അവരന്വേഷിച്ച് രണ്ടാം ഹീറോ ഒരു പട്ടി ഡോക്ടറാണെന്ന് മാത്രമാണ് ഇപ്പൊ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇനി അവർക്ക് ആരെവിടെ ചെന്ന് അന്വേഷിക്കണം എന്നറിയില്ല. എല്ലാവരും പരതി നടക്കുക. അപ്പൊ നമ്മുടെ പോലീസുകാരന്റെ ലൈനില്ലേ പത്രക്കാരി, അവളും എല്ലാം ഒളിച്ചും പാത്തും വന്ന് ഹീറോയുടെ ഷെൽഫ് പരിശോധിക്കും. അപ്പൊ അതില് മോൾക്ക് ഹീറോ ഒരു പൈനാപ്പിൾ വാച്ച് സമ്മാനമായിട്ട് കൊടുത്തില്ലേ, ആ സെറ്റിലെ ഒരു വാച്ച് ഇവിടെ കിടപ്പുണ്ട്, ഒരു വാച്ച് മോളുടെ കയ്യിലാ. സോ ഈ വാച്ച് വെച്ച് പുള്ളിക്കാരി മോളുടെ ലൊക്കേഷൻ പരതി നോക്കുകയാണ്. ഇപ്പൊ ഹീറോ പട്ടി ഡോക്ടറെ നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കോ, ആ തന്ത വില്ലനും വില്ലന്റെ ആൾക്കാരും വലിയ കൊടിയ ക്രിമിനൽസ് ആണ്, അവരെ കൈകാര്യം ചെയ്യാൻ എന്നെക്കൊണ്ടും ഫ്രീക്കിനെ കൊണ്ടുപോയി പറ്റുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ആപത്ത് പറ്റിയാൽ പിന്നെ പഴയ കെട്ടിയോളാണെങ്കിലും അവളോട് എനിക്ക് സമാധാനം പറയേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക്, ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറയുക. എന്നാൽ അയാൾ സമ്മതിക്കുന്നില്ല. ചാവാണെങ്കിലും ജീവിക്കുകയാണെങ്കിലും ഒരുമിച്ച് അവൾ എന്റെ കാമുകിയാന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുകയാണ്. ഉടനെ ഹീറോ അവന്റെ കഴുത്തിലേക്ക് ഒരു ഇഞ്ചക്ഷനും വെച്ച് കൊടുത്ത് അവനെ ബോധം കിടത്തി ഇവരെ വാനിനകത്ത് കിടത്തിയിട്ട് ഇവര് വേറൊരു വണ്ടിയെടുത്ത് ഈ വില്ലന്റെ സങ്കേതത്തിലേക്ക് പോവാണ്. പോകുന്ന വഴി ഹീറോ തന്റെ പോലീസ് ചീഫിനെ വിളിക്കും. എന്നിട്ടുള്ള സത്യങ്ങളെല്ലാം പോലീസ് ചീഫിനോട് പറയുകയാണ്. എന്റെ പഴയ ഭാര്യനെയും കൊച്ചിനെയും വില്ലന്മാര് കടത്തിക്കൊണ്ടുപോയി. ആദ്യം ഒരു നാറിയുടെ ഭാര്യ കടത്തിയിരുന്നു, അവളെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തുമ്പോഴേക്കും വേറൊരു ഗുണ്ടപ്പം തണ്ടി കടത്തിക്കൊണ്ടുപോയി. ഇപ്പൊ ഞാനും ആ ഫ്രീക്കനും ചേർന്ന് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോവാ. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഞാൻ എന്തായാലും ലൊക്കേഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. 1 മണിക്കൂറിൽ കൂടുതൽ ഞാനുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാൻ പറ്റിയില്ലെങ്കിൽ അങ്ങോട്ട് സ്വാറ്റ് ടീമിനെ അയക്കണം. ഞാൻ കണ്ടുമുട്ടാൻ പോകുന്നത് നമ്മൾ റിലീസ് ചെയ്ത ആ പഴയ ഡ്രഗ് ലോഡിനെയാണെന്നുള്ള കാര്യം കൂടെ ഹീറോ പറഞ്ഞു വെക്കും. നമ്മുടെ ചീഫ് ഇതിലെ യാഥാർത്ഥ്യം മനസ്സിലാക്കി നീ എന്ത് ചെയ്താലും ഞങ്ങൾ നിന്റെ കൂടെ തന്നെയുണ്ട്, ഞങ്ങൾ നിന്റെ സഹോദരന്മാരാണ്, നിന്നെ ഒരിക്കലും ഒഴിവാക്കില്ല, ധൈര്യമായിട്ട് പോയിക്കോന്ന് പറയാ. എന്നിട്ട് കോള് കട്ട് ചെയ്ത് കൂടുള്ള കൂട്ടുകാരോട് ചോസിങ്ങിന്റെ മോന്ത കൊള്ളില്ലെങ്കിലും അവന്റെ മനസ്സ് നല്ലതാ, അവൻ നമ്മുടെ സഹോദരനാണ്, നമുക്ക് അവനെ രക്ഷപ്പെടുത്തണം, എല്ലാവരും തയ്യാറായിക്കോളൂ എന്ന് പറയും. ഈ സമയത്ത് പൂട്ടി വെച്ചിട്ടുള്ള ഭാര്യമാരില്ലേ, അതിലെ ഹീറോയിൻ മറ്റേ ഫ്രീക്കന്റെ ഭാര്യയോട് നീ എന്തേലും നാടകം നടത്തി ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴി ഉണ്ടാക്കി തായോ, നീ വലിയ റൗഡിയൊക്കെ അല്ലേ, ഒന്ന് സഹായിക്കുമെന്ന് പറയാ. അപ്പൊ ആ പെണ്ണ് എനിക്ക് ബാത്റൂമിൽ പോകണം, വാതിൽ തുറക്കടാന്നും പറഞ്ഞ് നേരത്തെ കണ്ട ഗുണ്ടുപയ്യനില്ലേ അവൻ അകത്തേക്ക് വിളിക്കും. അപ്പൊ അവൻ കയറി വന്നിട്ട് അഴിച്ചുവിടാനൊന്നും പറ്റൂല, നീ ഇവിടെ തന്നെ വേണമെങ്കിൽ അപ്പീട്ടോ എന്ന് പറയാ. ഉടനെ ഈ പെണ്ണ് ദേഷ്യപ്പെട്ട് നിനക്ക് മനസാക്ഷിയില്ല, ഞാനൊരു പെണ്ണാണ്, ഇവിടെ എങ്ങനെ പോകാൻ പറ്റുക,
എന്നെ ബാത്റൂമിലേക്ക് കൊണ്ടുപോ, അല്ലെങ്കിൽ ഞാൻ ഒച്ച വെച്ച് കാറി പോകുന്ന നിനക്ക് സമാധാനം തരില്ല എന്ന് പറഞ്ഞ് പേടിപ്പിക്കുക. ഇവനത് മൈൻഡാക്കാതെ തിരിച്ചു പോകാൻ നേരം കുഞ്ഞുകുട്ടി അമ്മയുടെ കെട്ട് അഴിച്ചു കൊടുക്കുന്ന കാണും. ഇവൻ പെട്ടെന്ന് കുഞ്ഞിനെ പിടിക്കാൻ നേരം കെട്ട് ഓൾറെഡി അഴിഞ്ഞ അമ്മ ഈ ഗുണ്ടപ്പന്റെ മേത്തേക്ക് ചാടി വീഴാണ്. ഉടനെ മറ്റേ പെണ്ണും ചാടി വീഴും. അങ്ങനെ അവര് ഗുണ്ടപ്പനെ പിടിക്കുന്ന സമയം അമ്മ കൊച്ചിനോട് ഏതേലും വഴി പുറത്തേക്ക് ഓടിപ്പോ, എന്നിട്ട് ആരെങ്കിലും സഹായത്തിന് വിളിച്ചുകൊണ്ട് പോവാന്ന് പറയുക. ഈ കുഞ്ഞ് പെട്ടെന്ന് തന്നെ അവരടച്ചു വെച്ചിരിക്കുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങി വെളിയിൽ തെരുവിലേക്ക് ഓടുകയാണ്, ആരെങ്കിലും കാണാൻ വേണ്ടിയിട്ട്. ഈ ഓടി വരുന്ന കൊച്ചിനെ നമ്മുടെ പത്രക്കാരി പിടിക്കും. പത്രക്കാരി എങ്ങനെയൊക്കെയോ ലൊക്കേഷൻ കണ്ടുപിടിച്ചെത്തിയതാ ആ വാച്ചിൽ കൂടെ. കൊച്ചു നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോൾ പത്രക്കാരി പറയാണ്, ഞാൻ ആക്ച്വലി നിന്റെ രണ്ടാനമ്മയാവാൻ സാധ്യതയുള്ള സ്ത്രീയാണ്, നിന്നെ അന്വേഷിച്ച് വന്നതാണ്, നിന്റെ അമ്മ എവിടെയാണെന്ന് ചോദിക്കുക. അപ്പൊ ആ കൊച്ചു പറയും, രണ്ടാനമ്മയാവാൻ സാധ്യതയുള്ള സ്ത്രീയെ എൻ്റെ അമ്മ ആ വെയർ ഹൗസിനകത്തുണ്ട്, നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാൻ പറ്റുമോ? ഈ കുഞ്ഞിത് ചോദിക്കുന്ന സമയത്ത് ആ ഗുണ്ടപ്പൻ അമ്മമാരെ എല്ലാം കെട്ടിയിട്ട് കൊച്ചിനെ അന്വേഷിച്ച് പുറത്തേക്ക് വന്നു കഴിഞ്ഞു. കുഞ്ഞിനെ അയാൾ കണ്ടു കഴിഞ്ഞാൽ ഈ പത്രക്കാരിനെ ആക്രമിക്കും, കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. അതുകൊണ്ട് പത്രക്കാരി അടുത്തന്നെ ഒരു കടവുണ്ട്, അവിടെ ഒരു ബോട്ട് കെട്ടിവെച്ചിട്ടുണ്ടാവും, അതിലേക്ക് ഈ കൊച്ചിനെ കൊണ്ടുപോയി അതിനകത്ത് പൂട്ടിയിട്ടാണ്, ഞാൻ തിരിച്ചു വന്ന് വിളിച്ചാൽ മാത്രമേ പുറത്തു വരാൻ പാടുള്ളൂ, ശബ്ദം ഉണ്ടാക്കരുതെന്ന് പറയും. എന്നിട്ട് ആ കൊച്ചിനെ അവിടെ കിടത്തിയിട്ട് ഈ പെണ്ണ് പുറത്തു വന്ന് ഒളിച്ചിരിക്കുക. അപ്പൊ ഈ ഗുണ്ടപ്പൻ കുഞ്ഞിനെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ആ നേരം ബോട്ടിനകത്തുനിന്ന് ആരോ ചുമയ്ക്കുന്ന ശബ്ദം കേൾക്കും, കുഞ്ഞ് ചുമയ്ക്കുന്ന ശബ്ദം. ഇവൻ ബോട്ടിലേക്ക് എങ്ങാനും പോയാലോ എന്ന് വിചാരിച്ചിട്ട് പത്രക്കാരി, എടാ പന്നിമോറ, തേരുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് അടിക്ക് വാടാന്നും പറഞ്ഞ് ദൂരെയെന്ന് അവനോട് അടിയുണ്ടാക്കാൻ വേണ്ടി അവൻ അടുത്തേക്ക് വിളിക്കുക. അവൻ ഈ പെണ്ണിനെ ഇടിച്ചിടാൻ വേണ്ടി ഓടി വരികയാണ്. ടപയെന്ന് അവിടെ നിന്ന് കട്ട് ചെയ്താൽ ഇവിടെ സെക്കൻഡ് ഹീറോ പട്ടി ഡോക്ടർ ബോധം വന്ന് എഴുന്നേറ്റു. അവന്റെ കയ്യിലൊരു വാച്ചുണ്ട്. അവന്റെ കയ്യിലെ വാച്ചും കുഞ്ഞിന്റെ ലൊക്കേഷൻ മോണിറ്റർ ചെയ്യും. ഇപ്പോഴാണ് ആ വാച്ച് ഓൺ ആയിരിക്കുന്നത്. അതുകൊണ്ട് അവനിപ്പോൾ കുഞ്ഞ് എവിടെയാണുള്ളതെന്ന് മനസ്സിലായി. അത് വെയർ ഹൗസ് 8-ലാണുള്ളത്. എന്നാൽ ഇവരെ പോയിരിക്കുന്നത് 3-ലേക്കാണ്. വില്ലൻ അവരെ വരാൻ പറഞ്ഞത് 3-ലേക്കാണ്. സോ ഇതൊരു ട്രാപ്പാന്ന് മനസ്സിലാക്കിയിട്ട് സെക്കൻഡ് ഹീറോ പുറകെ ചെല്ലാണ്. ഈ നേരത്ത് ഫസ്റ്റ് ഹീറോയും ആ ഫ്രീക്കനും ചേർന്ന് 3-ാം വെയർ ഹൗസ് വേവ് നോക്കുകയായിരിക്കും, അകത്ത് ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടി. അപ്പൊ ഇവര് വരുന്നതും കാത്ത് 2 റൗഡികൾ അവിടെ ഒളിച്ചിരിപ്പുണ്ട്. അവരിവരെ മണ്ടയ്ക്കടിച്ച് വീഴ്ത്താൻ വരുമ്പോഴാണ് പുറകെ വന്ന നമ്മുടെ പട്ടി ഡോക്ടർ ദൂരെ നിന്ന് സിറിഞ്ച് തുപ്പി അവന്മാരെ ബോധം കെടുത്തി വീഴ്ത്തുന്നു. അത് പേപ്പട്ടികൾക്ക് പ്രയോഗിക്കുന്ന ഒരു മരുന്നാ. എന്തായാലും അവരെ വീഴ്ത്തിക്കഴിഞ്ഞ് ഈ കുഞ്ഞിന്റെ ലൊക്കേഷൻ 8-ാമത്തെ വെയർ ഹൗസിലാണെന്ന് ഇയാൾ കാണിച്ചു കൊടുക്കും. അതനുസരിച്ച് ഇവർ 3 പേരും 8-ാം വെയർ ഹൗസിലേക്ക് കമ്പും കയറായിട്ട് പോവാണ് വില്ലന്മാരെ ഇടിച്ചിടാൻ വേണ്ടിയിട്ട്. ഇനി വേട്ട ആരംഭം എന്നൊക്കെ പറഞ്ഞ് സ്റ്റൈലായിട്ട് ഇവർ ചെന്ന് ഷട്ടർ തുറക്കുമ്പം അവിടെ ഇവരെ പറ്റിക്കാൻ വേണ്ടി 3 പേര് ഇരുത്തിയിട്ടുണ്ട്. പിന്നെ ഇരുട്ടത്തുനിന്ന് ഒരു 50ഓളം പേട്ട റൗഡികൾ വന്ന് നിൽപ്പുണ്ടാവും. ഈ വാച്ച് ലൊക്കേഷൻ പോലും മാറ്റിവെച്ച് ഇവന്മാരെ പറ്റിച്ചാണ് റൗഡികൾ. വെടിക്കെട്ട് തുടങ്ങട്ടെ എന്ന് വില്ലൻ പറയുമ്പോൾ റൗഡികൾ ചാടി വീഴുന്നു. ഇവന്മാരെ പിച്ചി ചീന്തി, നമ്മുടെ ഹീറോക്കളെ പിച്ചി ചീന്തി ആദ്യം ഭർത്താക്കന്മാര് 2 പേരെയും ചങ്സൂനെയും പട്ടി ഡോക്ടറിനെയും ഈ വില്ലൻ പിടിച്ചോണ്ട് പോയി ഫ്രീസറിനകത്ത് അടച്ചിടും. ഇയാളെ പോലീസുകാരനാണല്ലോ പിടിച്ചുകൊടുത്ത് പോലീസ് ഹീറോ. അന്ന് തന്നെ ഇയാൾ വിചാരിച്ചിരുന്നു ഈ പോലീസിനെ കൈ കിട്ടിയാ തണുപ്പിച്ച് കൊല്ലണം. അത് മാത്രമല്ല തണുക്കണതിന് മുന്നേ ശ്വാസം മുട്ടിച്ചാവട്ടെ എന്നും പറഞ്ഞ് ഇവരെ മോന്തയിൽ പ്ലാസ്റ്റിക് കവറും ഇട്ട് ഫ്രീസറിനകത്ത് കെട്ടിവെച്ചിട്ട് അവർ പുറത്ത് നിന്ന് കുറ്റിയിടും. ഇപ്പൊ 2 ഹസ്ബൻഡുമാരും ശ്വാസം കിട്ടാതെ ഫ്രീസറിനകത്ത് എന്തേലും കാണിച്ച് രക്ഷപ്പെടുത്തണമെന്ന് സെക്കൻഡ് ഹീറോ പറയുമ്പം പോലീസ് ഹീറോ അവന്റെ ഷൂസ് ഊരിയിട്ട് കാലുകൊണ്ട് ഈ ഫസ്റ്റ് ഹീറോയുടെ വായി വെച്ച് കൊടുക്കും. എന്നിട്ട് സോക്സ് വലിച്ചൂരാൻ പറയാം. അവൻ വാ കൊണ്ട് സോക്സ് വലിച്ചൂരും. അത് കഴിയുമ്പോൾ കാൽവിരലുകൊണ്ട് ഹീറോ അവന്റെ വായിലെ പ്ലാസ്റ്റിക് കവറിനൊരു ഓട്ട ഉണ്ടാക്കി കൊടുത്ത് അവനെ ശ്വസിപ്പിക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ തിരിച്ചും ചെയ്യാൻ പറയും. പക്ഷെ പട്ടി ഡോക്ടറുടെ സോക്സിന്റെ നാറ്റം കൊണ്ട് അത് വായി കടിക്കാൻ പറ്റുന്നില്ല. എങ്ങനെയൊക്കെയോ ആ മണവും സഹിച്ചു പിടിച്ച് സോക്സ് ഊരി കൊടുക്കുകയാണ് ഹീറോ. അത് കഴിയുമ്പോൾ അവൻ കണ്ണിലൊക്കെ ചവിട്ടി മൂക്കിലൊക്കെ കുത്തി അവസാനം എങ്ങനെയൊക്കെയോ വാ പൊളിച്ചു കൊടുത്തു. ഈ നേരത്ത് ഫ്രീക്കനെയും ഫ്രീക്കന്റെ കെട്ടിയോളെയും തൂക്കുകയറിട്ട് കെട്ടിവെച്ചിരിക്കുകയാണ് വില്ലൻ. നമ്മുടെ പത്രക്കാരിനെയും പിടിച്ചിട്ടുണ്ട്. സോ 3 പെണ്ണുങ്ങളും അവന്മാരുടെ കസ്റ്റഡിയിലായി. ഭാഗ്യത്തിന് കുഞ്ഞു മാത്രം പുറത്താ. ഈ നേരത്ത് പത്രക്കാരി പറയും, എന്നെ നിങ്ങൾ കൊല്ലല്ലേ, ഒരു പത്രക്കാരി ആയതുകൊണ്ട് തന്നെ എന്നെ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ടാവും നിങ്ങൾക്ക്, നിങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും നല്ല മനുഷ്യനാണെന്നും പറഞ്ഞ് ഞാൻ പത്രത്തിൽ റിപ്പോർട്ട് കൊടുത്തോളാം, അങ്ങനെ നല്ലൊരു സേവകയായിരിക്കും ഞാൻ, എന്നെ മാത്രം കൊല്ലല്ലേ എന്നും പറഞ്ഞ് ചോദിക്കുക. അത് കേട്ട വില്ലൻ, ഞാൻ പോലീസിനെയും രാഷ്ട്രീയക്കാരെയും വിശ്വസിക്കും, പക്ഷെ നിന്നെപ്പോലെ വൃത്തികെട്ട റിപ്പോർട്ടർമാരെ മാത്രം വിശ്വസിക്കില്ലടി, അത്രയ്ക്ക് മണ്ടനല്ല ഞാനെന്നും പറഞ്ഞ് ഇവളെ ആദ്യം കൊല്ലുമെന്നും പറഞ്ഞിട്ട് ഇട്ടുകൊടുത്ത് പോവാ. ഈ നേരത്ത് ഹീറോയും ഇവരെ കെട്ടിവെച്ചതുകൊണ്ട് തന്നെ കെട്ടിന്നഴിച്ച് രക്ഷപ്പെടാനൊരു വഴിയില്ല. അപ്പോഴാണ് പട്ടി ഡോക്ടറുടെ മേത്തുള്ള യഥാർത്ഥ പട്ടി പുറത്ത് വരിക. അവൻ ആഞ്ഞാഞ്ഞു കുരച്ച് അവനെ കെട്ടിവെച്ചിരിക്കുന്ന സ്റ്റാൻഡ് വലിച്ച് താഴത്തേക്കിടും. അപ്പോൾ അവന്റെ വാ കറക്റ്റ് പോലീസുകാരന്റെ കെട്ടിനടുത്തായിട്ടുണ്ട്. അവൻ പട്ടിയെ പോലെ ആ കയറൊക്കെ വലിച്ചു പറിച്ച് പൊട്ടിച്ചളയാ. ഞാനിപ്പോൾ പട്ടിയാണ്, കൈ കിട്ടുന്നൊക്കെ കടിച്ചു കീറുന്നു പറയും. അവസാനം പൊട്ടിച്ചു കഴിഞ്ഞ് വീണ്ടും വെറു പിടിച്ചിരിക്കുമ്പം കെട്ടഴിഞ്ഞ് ഹീറോ അവനെ സമാധാനിപ്പിക്കുക. ഗുഡ് ബോയ്, ഇനി പട്ടിന്ന് മനുഷ്യനായിട്ട് തിരിച്ചു വരാം, മതി ആക്രോശമൊക്കെ എന്ന്. അങ്ങനെ കെട്ടഴിച്ചു. പക്ഷേ സ്റ്റീൽ ഡോർ ഇട്ടാണ് ഇവരെ പൂട്ടി വെച്ചിരിക്കുന്നത്. ആ ഡോർ എങ്ങനെ തല്ലി താർക്കും? വലിയ കമ്പിയൊക്കെ എടുത്ത് അടിച്ചു നോക്കുന്നുണ്ട്. കനമുള്ള സ്റ്റീൽ ഡോറാ, ഒരു അനക്കമില്ലാതിന്. ഇപ്പൊ വില്ലൻ എല്ലാവരെയും പിടിച്ച് കെട്ടിവെച്ചിട്ടുണ്ട്. എന്നിട്ട് അവൻ ആ ചിപ്പ് എടുത്ത് $100 ബില്യൺ ഈ ചിപ്പിനകത്ത്
ഇതിന് വിൽക്കാൻ നിന്റെയൊക്കെ കൂട്ടുപിടിക്കണം, വല്ലവൻ്റെ ഈ കാലി പിടിക്കണം. എനിക്കതിൻ്റെ ആവശ്യമില്ലടാ. ഞാൻ വീടാന്തരം പോയി കഞ്ചാവ് വിറ്റാലും ഇമാതിരി റേഡിയോ പെട്ടിയും കൊണ്ട് തെണ്ടാൻ എനിക്ക് സൗകര്യമില്ല. ഇവനങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയം അകത്ത് സ്റ്റീൽ ഡോർ കുറേ നേരമായിട്ട് തല്ലി നോക്കിയ ഹീറോമാർ ക്ഷീണിച്ചു പോയി. നല്ല തണുപ്പും കയറിയിരിക്കുക. ഇനി അവർക്ക് ആരോഗ്യമില്ല. കൈ കിട്ടിയ പേപ്പറും കൊണ്ടൊക്കെ പൊതിഞ്ഞ് അവർ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഇനി അധികം വൈകാതെ നമ്മൾ ചത്തുപോകുന്നു പറഞ്ഞിട്ട് ചാവാണ്ടിരിക്കണമെങ്കിൽ എന്തേലും കഥ പറയടാന്നും പറഞ്ഞ് രണ്ടുപേരും ഏതോ കോഴിക്കുട്ടിയുടെ കഥയും പറഞ്ഞിരിക്കുകയാണ്. ഈ സമയത്ത് ഫ്രീക്കന്റെ ഭാര്യ, ആ പെട്ടി നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, അതിലൊരുപാട് കണക്കുകളും ഒരുപാട് പണമുണ്ട്. ഈ ലോകത്തെ ഏറ്റവും വലിയ പണക്കാരനാവാൻ നിങ്ങൾ, ഞങ്ങൾ അതിന് സഹായിക്കുമെന്ന് പറയാം. എനിക്കതിൻ്റെ ആവശ്യമില്ലടിയെന്നും പറഞ്ഞ് വില്ലൻ ആ ചിപ്പ് കെട്ടി ഷൂട്ട് ചെയ്ത് പൊട്ടിച്ചളയും. ഈ സമയത്ത് ഹീറോമാർ, നമുക്ക് നമ്മുടെ കുടുംബത്തെ രക്ഷപ്പെടുത്തേണ്ടതുണ്ട്, ഇങ്ങനെ ചത്തുപോയാൽ നമ്മൾ തന്തയല്ലാതാവും, അവസാനം ഒന്നുകൂടെ ശ്രമിക്കാമെന്നും പറഞ്ഞ് വീണ്ടും കമ്പിക്കുറ്റി എടുത്തോണ്ട് വന്ന് വാതിലിലേക്ക് ആഞ്ഞടിച്ച് കുത്തിപ്പിഴുത്ത് തുറക്കാൻ നോക്കുക. ആ നേരം ഇവിടെ വില്ലൻ, നിന്റെ ഭാര്യ മരിക്കുന്നത് നീ കണ്ണുകൊണ്ട് കണ്ടോടാന്നും പറഞ്ഞ് കത്തി എടുത്തോണ്ട് പോയി ഫ്രീക്കന്റെ ഭാര്യയെ കുത്തിക്കൊല്ലാൻ നോക്കുക. ഉടനെ ഫ്രീക്കന് ഭ്രാന്തളകി, എൻ്റെ കുഞ്ചിപ്പെണ്ണിനെ തൊട്ടവനെ കൊല്ലുവടാന്നും പറഞ്ഞ് കെട്ടിവെച്ച കയറെല്ലാം വലിച്ചു പറിച്ച് കളഞ്ഞിട്ട് ഇവൻ ആഞ്ഞൊരു ചവിട്ടി തെറിപ്പിച്ചളയും. അതേ നേരത്ത് ഹീറോയും കഥവും പൊളിച്ച് പുറത്തേക്ക് വരുന്നുണ്ട്. ഫ്രീക്കൻ പിന്നെ ബ്രൂസിലായിട്ട് മാറുകയാണ്. കൈ കിട്ടിയവന്മാരെയൊക്കെ പൊതിര തല്ല്. എന്നാൽ ഗുണ്ടപ്പൻ താഴെ വീണിട്ട് അയാൾ ചത്തിട്ടില്ല. അയാൾ തിരിഞ്ഞു വന്ന് ഫ്രീക്കനുമായിട്ട് അടിയുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഫ്രീക്കനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഭാര്യ ഓടി വന്ന് കുണ്ടപ്പൻ്റെ ചെവി കടിച്ച് പറിക്കും. ഇങ്ങനെ ഇവിടെ വലിയ മൽപ്പിടുത്തം നടക്കുന്ന സമയത്താണ് JCB ആയിട്ട് നമ്മുടെ കെട്ടിയവന്മാരങ്ങോട്ട് വരുന്നത്. അവർ ഫ്രീസറിനകത്തുനിന്ന് കുറേ ഫ്രീസായ മീനിനെയും പൊക്കിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഫ്രീസായ സാധനങ്ങൾക്ക് നല്ല കനമായിരിക്കുമല്ലോ. അതുകൊണ്ട് വരുന്ന റൗഡികളെല്ലാം അവന്മാരെ അടിച്ചിടാൻ തുടങ്ങും. പൊരിഞ്ഞടി അങ്ങനെ നടക്കുക. ഈ കെട്ടിയോളുമാരും ഓരോ മീൻ കയ്യിലെടുത്ത് കിട്ടുന്നവന്മാരുടെ മണ്ടയ്ക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങൾ മണ്ടയ്ക്കാണ് കേട്ടോ ഉന്നം വയ്ക്കുന്നത്. സൂക്ഷിക്കണം, എനിക്ക് അനുഭവമുണ്ട്. എന്തായാലും വില്ലനെ ഇവരെ അടിച്ചു പിടിച്ചു. അത് കഴിഞ്ഞ് കുഞ്ഞെവിടെയാണെന്ന് ചോദിക്കുക. കുഞ്ഞ് പുറത്തുള്ള ബോട്ടിലാണെന്ന് പത്രക്കാരി പറയും. പക്ഷെ ആ സമയത്ത് ഈ ഫ്രീക്കനും ഫ്രീക്കന്റെ കെട്ടിയോളും അവിടെ പൊരിഞ്ഞ അടി നടക്കുമ്പം ഇപ്പോഴാണ് രക്ഷപ്പെടാൻ പറ്റിയ സമയമെന്നും പറഞ്ഞ് അവരെ കണ്ണിപ്പെടാതെ ഓടി പുറത്തേക്ക് വന്നു കഴിഞ്ഞു. അവർ ഈ ബോട്ട് കാണുമ്പോൾ അതെടുത്ത് എസ്കേപ്പ് ആവാന്നും പറഞ്ഞ് ആ ബോട്ടിൽ കയറി അവിടുന്ന് വിട്ടടിച്ച് പോവാ. ഹീറോയും ഭാര്യമാരും പുറത്തു വരുമ്പോഴാണ് പത്രക്കാരി പറയുന്നത് ആ ഫ്രീക്കൻ രക്ഷപ്പെട്ട ബോട്ടിലായിരുന്നു കുട്ടിയുള്ളതെന്ന്. ഉടനെ ആ ബോട്ടിനെ എങ്ങനെ തടഞ്ഞു പിടിക്കണമെന്ന് അവർക്കറിയില്ല. എന്തേലും വഴിയുണ്ടോയെന്ന് ചോദിക്കുമ്പം സെക്കൻഡ് കെട്ടിയവൻ അവിടെയുള്ള ക്രെയിൻ കാണിച്ചു കൊടുക്കും. അവന് മനസ്സിൽ എന്തോ ഒരു ഐഡിയ തോന്നിയിട്ടുണ്ട്. അവൻ്റെ സ്പോർട്സ് എല്ലാം എക്സ്ട്രീം സ്പോർട്ടുകളാണല്ലോ. അതിലൊന്നാണ് പാരാഷൂട്ട് ഗ്ലൈഡിങ്. നീയും കൂടെ വാന്നും പറഞ്ഞ് പോലീസുകാരനെയും വിളിച്ചോണ്ട് പോവാൻ ഈ ക്രെയിൻ്റെ മണ്ടയിൽ കയറി പാരാഷൂട്ടും കെട്ടിയിട്ട് ഇവന്മാർ ചാടാനൊരുങ്ങും. എനിക്ക് ഇതുവരെ എക്സ്പീരിയൻസ് ഇല്ല, ഒരു 5 മിനിറ്റ് സമയം താരമെന്ന് പറയുമ്പോഴത്തേക്കും മറ്റവൻ പോലീസുകാരനെ തള്ളിയിട്ട് കഴിഞ്ഞു. തള്ളിയിട്ട് താഴെ വീണ പോലീസുകാരൻ കൈയിട്ട് അടിക്കുവാണ് പക്ഷികളെ പോലെ എങ്ങനെയെങ്കിലും പറക്കാൻ വേണ്ടിയിട്ട്. അടുത്ത സെക്കൻഡ് അവൻ്റെ ബോധം പോവുകയും ചെയ്യും. ഈ രണ്ടാം കെട്ടിയവൻ അവനെ തട്ടി വിളിച്ച് കൊച്ചിനെ എങ്ങനെയും രക്ഷപ്പെടുത്തണം, ബോധത്തിൽ വളാന്ന് പറയുമ്പോഴാണ് അവന് കുറച്ചെങ്കിലും ബോധം വയ്ക്കുന്നത്. പിന്നെ അവർ പറന്ന് ഈ ഫ്രീക്കൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. ആ നേരം ഫ്രീക്കനും ഭാര്യയും ഇനി നമ്മൾ ആർക്കും പിടിക്കാൻ കഴിയില്ല, നമുക്ക് ഇവിടുന്ന് ഭൂട്ടാനിലേക്ക് വണ്ടി ഓടിച്ച് പോകാമെന്ന് പറയാം. ആ നേരം അകത്ത് പൂട്ടി വെച്ചിരുന്ന കൊച്ച് ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് വരാണ്. ഈ കൊച്ചിനെ കണ്ട് ഇത് എവിടുന്ന് വന്നു എന്നും പറഞ്ഞ് അവർ അതിശയപ്പെട്ട് നിൽക്കുമ്പോഴേക്കും തന്തമാർ രണ്ടുപേരും പാരാഷൂട്ടുമായി ഇവരെ ബോട്ടിലേക്ക് വന്ന് വീണ് കഴിഞ്ഞു. സീൻ കട്ട് ചെയ്താൽ ഫ്രീക്കനെയൊക്കെ അവർ പിടിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞു. ഇനിയിപ്പം കുഞ്ഞിൻ്റെ സ്കൂളിലെ ആനുവൽ ഡേ ആണ് കാണിക്കുന്നത്. അതിൽ കൊച്ചിനൊരു സ്പീച്ച് ഉണ്ടാവും. എല്ലാവർക്കും ഒരു തന്തയല്ലേ ഉണ്ടാവുള്ളൂ, എനിക്ക് 2 തന്തമാരുണ്ട്, 2 അപ്പന്മാർക്കും എന്നോട് ഒരുപാട് ഇഷ്ടമാണ്. നമ്മുടെ നാട്ടിലും ഭാവിയിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇപ്പം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. എന്തായാലും ഇപ്പം ഡാഡിമാർ തമ്മിൽ വലിയ വഴക്കൊന്നുമില്ല. അമ്മയ്ക്ക് പുതിയ കുഞ്ഞ് വരുന്നുണ്ട്, അതിനുവേണ്ടി അവർ കാത്തിരിക്കുക. പോലീസുകാരൻ്റെ കാമുകി പത്രക്കാരിയും അവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തമ്മിലുള്ള കല്യാണം എപ്പോഴാണെന്ന് അവൾ ചോദിക്കുക. അപ്പോൾ ഹീറോ പല്ലൊന്ന് എളിച്ച് കാണിക്കും. ഹീറോയുടെ കില്ലർ സ്മൈൽ. അവിടെ വെച്ച് നംപ്യൻ ഡ്യോൾ എന്ന സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനെയുണ്ട് ഈ കഥ? നിങ്ങൾക്കിഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ, until then, it's bye from Uru Kadasulatmas.